ജിമെയിൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, മൈക്രോസോഫ്റ്റ്, പ്രതിലിപി, വിക്കിപീഡിയ അങ്ങനെ എന്തുമാകട്ടെ, നിങ്ങൾ പാസ്വേഡ് മറന്നുപോയോ? എങ്കിൽ പാസ്വേഡ് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ കണ്ടെത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുണ്ടാവും. എന്നാലും ജിമെയിലിൻ്റെ പാസ്വേഡ് കണ്ടെത്താനാണ് ഒരുപാട് പണിയുള്ളത്. അപ്പോൾ ജിമെയിൽ നമുക്ക് പാസ്വേഡ് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റുള്ളവയുടെയൊക്കെ പാസ്വേഡ് നിങ്ങളുടെ ഫോണിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യം വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി ബോധ്യപ്പെടുത്താനുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ എവിടെയെങ്കിലും യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിളിൻ്റെ ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഓണായി കിട്ടും. നമ്മളെല്ലാം സേവ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതെന്താണെന്ന് മനസ്സിലാകാതെ പലരും അതും ഓക്കെ കൊടുക്കാറുണ്ട്. ചിലർ അത് ക്യാൻസൽ ചെയ്യാറുമുണ്ട്. അങ്ങനെ ഗൂഗിളിൻ്റെ ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷന് ഓക്കെ കൊടുത്തവർക്ക് മാത്രമേ ഞാനിപ്പോൾ പറയുന്ന മെത്തേഡിലൂടെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും എന്തായാലും വളരെ സിമ്പിളായിട്ട് അതിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും കാണിക്കുകയുള്ളൂ. ഫിംഗർ പ്രിൻ്റുള്ള മൊബൈൽ ഫോണുകളിലെ ജിമെയിലിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്ന കാര്യം മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം എല്ലാ ഫോണിൻ്റെയും എല്ലാ ഫീച്ചേഴ്സും പറയണമെങ്കിൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. വളരെ സിമ്പിളായി പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പാസ്വേഡ് കാണിക്കുന്നതുമായ ഓപ്ഷൻ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം വീഡിയോ തുടർന്ന് കാണാം. അതിന് നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഇതിപ്പോൾ റെഡ്മിയുടെ MIUI ഡിവൈസാണ്. അതുകൊണ്ട് ഇതുപോലെ ആയിരിക്കില്ല, നിങ്ങളുടെ ചെറിയ മാറ്റങ്ങളുണ്ടാവും. എങ്കിലും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് ഓപ്ഷൻസ്. അങ്ങനെ ഈ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സിൻ്റെ തൊട്ട് താഴത്ത് ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുള്ള എല്ലാം ഇൻസ്റ്റഗ്രാമും മുതൽ എല്ലാ ഓപ്ഷനും ഇതിനകത്ത് ഉണ്ടാവും. ജസ്റ്റ് ഇത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും കാണിക്കുന്നതാണ്. ജസ്റ്റ് ഈ വിൻഡോസിൻ്റെ കാണിക്കാം. വിൻഡോസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫിംഗർ പ്രിൻ്റ് ചോദിക്കും. ഫിംഗർ പ്രിൻ്റ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പാറ്റേൺ ഉപയോഗിക്കാം. എന്നിട്ട് വിൻഡോസ് ലൈവ് ഓൺ ആക്കാം. ഇനി ഇവിടെ കണ്ണിൻ്റെ ചിത്രം എടുത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാസ്വേഡ് ഷോ ആവും. ഞാൻ ഹൈഡ് ചെയ്യുന്നത് എൻ്റെ പാസ്വേഡ് മറ്റുള്ളവർ കാണാതിരിക്കാനാണ്. അങ്ങനെ ഓട്ടോ ഫില്ലിലേക്ക് ഓക്കെ കൊടുത്ത ഫേസ്ബുക്ക് അടക്കം എല്ലാ ആപ്ലിക്കേഷൻ്റെയും പാസ്വേഡ് ഇതിനകത്തുണ്ടാകും. അതിൽ നിങ്ങൾക്ക് ചിലപ്പം ഗൂഗിളിൻ്റെയും ലഭിക്കുന്നതാണ്. ഗൂഗിളിൻ്റെ എങ്ങനെ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഗൂഗിൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഗൂഗിൾ ഇതിനകത്തുണ്ടാവും. അങ്ങനെ ഗൂഗിൾ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഗൂഗിളിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഷോ ആവില്ല. റീസെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇനി കാണിച്ചു തരാം. അതിനായി ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിലുള്ള മാനേജ് യുവർ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മുകളിലത്തെ ഓപ്ഷൻ ഇടതുഭാഗത്തേക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ പാസ്വേഡ് എന്ന ഓപ്ഷൻസ് കിട്ടും. അത് ഓപ്പൺ ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ട ഓപ്ഷനാണ് കിട്ടുക. അതിൻ്റെ താഴത്ത് ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് കണ്ടിന്യൂ കൊടുക്കേണ്ട ഒരു ബട്ടൺ കിട്ടും. ജസ്റ്റ് കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ചോദിക്കും. ഫിംഗർ പ്രിൻ്റ് വെച്ച് കൊടുക്കാം. ഫിംഗർ പ്രിൻ്റ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. മുകളിലും താഴെയും സെയിം പാസ്വേഡ് പുതിയത് ഏതാണ് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചേഞ്ച് പാസ്വേഡ് കൊടുക്കുക. ആ സമയത്ത് നിങ്ങളുടെ ജിമെയിൽ ഓട്ടോമാറ്റിക്കലി സൈൻ ഔട്ട് ആവും. പിന്നെ നിങ്ങൾ കൊടുത്ത പുതിയ പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ജിമെയിൽ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഇനി സാംസങ് പോലെയുള്ള പുതിയ മൊബൈൽ ഫോണാണെങ്കിൽ അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ റെക്കമെൻഡഡ് അതുപോലെ ഓൾ സർവീസ് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും നിങ്ങളുടെ മെയിൽ ഐ ഡിക്ക് തൊട്ട് താഴെ. അതിൽ ഓൾ സർവീസസിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഗൂഗിൾ പാസ്വേഡ് മാനേജർ കാണാം. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഇതിനകത്തുണ്ടാവും. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ലഭിക്കുന്നതാണ്. ഇനി പഴയൊരു ഫോണിൽ കൂടി കാണിച്ചു തരാം. പഴയ ഫോണിലൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ കിട്ടും. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാം ഓട്ടോ ഫിൽ എന്ന ഓപ്ഷൻ. ഓട്ടോ ഫിൽ എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാവുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരെയ്ക്കും ഗുഡ് ബൈ.